ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ മജ്ബൂസ്. ഇത് നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്തൊരു ഡിഷാണ് ചിക്കൻ മജ്ബൂസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെയിം പഴയ വീഡിയോയിലൊക്കെ ഉള്ള പോലെ തന്നെ ഓയിലിലോട്ട് നമ്മൾ ചോപ്പ് ഓണിയനും പിന്നെ അതേപോലെ ചോപ്പ് ഓണിയൻ ബ്രൗൺ ആക്കി ചോപ്പ് ഓണിയൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മറ്റേ ഒരു നേപ്പാളിയാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നേപ്പാളി ഫ്രണ്ടാണ്. ഓക്കെ, എൻ്റെ പേര് രാജ് എന്നാണ്. അപ്പോൾ അതുപോലെ അവൻ നന്നായിട്ട് നമുക്ക് കുക്കിങ്ങിലൊക്കെ അവന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അവൻ ഡിഷ് വാഷറായിട്ട് വന്ന ഒരാളാണ്. ഓക്കെ, അവന് ഇൻട്രസ്റ്റ് കണ്ട് നമ്മൾ അവനൊരു അവസരം കൊടുത്തതാണ്. അപ്പോൾ അവൻ കുക്ക് ചെയ്യുന്നത് ആണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലോട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ജിഞ്ചർ ഗാർലിക്കും നന്നായിട്ട് സോട്ടായതിന് ശേഷം ഇതാണ് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ. ഇത് മജ്ബൂസ് ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ചിക്കൻ വേവിക്കുന്ന വെള്ളമാണ് സ്റ്റോക്ക് വാട്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അതിലോട്ട് നമ്മൾ ഒരു 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മജ്ബൂസ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 20-25 ഗ്രാം മജ്ബൂസ് പൗഡർ. പിന്നെ അതുപോലെ കാടമം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 15-20 ഗ്രാം. ഓക്കെ, പിന്നെ അതുപോലെ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ച റൈസ് ബോയിലായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ആഡ് ചെയ്യുക ഇതിലോട്ട്. സെയിം മജ്ബൂസ് റൈസ്, നമ്മൾ ആ ഒരു ബസുമതി റൈസാണ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. സെയിം വാട്ടർ ഒരു കുറച്ച് നമ്മൾ ആ റൈസിനേക്കാൾ 1 ഇഞ്ച് കനത്തിൽ വാട്ടർ കൂടി നിൽക്കണം. എന്നിട്ട് അതുപോലെ നമ്മൾ നൈസായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരും. അപ്പോൾ ആ വാട്ടർ എല്ലാം അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ നൈസായിട്ട് ഇതൊന്ന് ദം ചെയ്ത് കൊടുക്കാം. ദം ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിന് മുകളിൽ ഒരു കളർഫുൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് സഫ്രോൺ വാട്ടർ ആഡ് ചെയ്യണം. സഫ്രോൺ വാട്ടർ, പിന്നെ അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടി മജ്ബൂസ് പൗഡറും പിന്നെ അതുപോലെ നമ്മുടെ കാടമം പൗഡർ ഇട്ട് കൊടുക്കാം. ഇതാണ് സഫ്രോൺ വാട്ടർ. ഇത് നമ്മൾ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് നമ്മൾ താഴോട്ട് ഒരു കളറ് വരും, കളറ് താഴോട്ട് സ്പ്രെഡ് ആവും. എന്നിട്ട് ഇത് നമ്മൾ ദം ചെയ്ത് ഒരു 10 മിനിറ്റോളം ദം ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ നമ്മൾ ഈ ഒരു ദം ഇടുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു റൈസിൻ്റെ ആ ഒരു സ്റ്റിക്കി അല്ലാതെ നമുക്ക് റൈസ് കിട്ടും. ഇതൊരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് ദമ്മ് തുറന്നതിന് ശേഷം ഇത് നമ്മൾ വേറൊരു ബോളിലോട്ട് മാറ്റും. ഓക്കെ, അതെ, ഈ ഒരു ബൺമാരിയിലോട്ട് മാറ്റും. ഇത് നമ്മൾ ഈ ബോയിൽ ചെയ്ത ചിക്കൻ ബോയിൽ ചെയ്ത വാട്ടറിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ബോയിൽ ചെയ്ത ചിക്കൻ ബോയിലിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഓണിയനും ജിഞ്ചർ ഗാർലിക്ക് പിന്നെ അതുപോലെ ടൊമാറ്റോ പിന്നെ അതേപോലെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ അതേപോലെ കൊറിയാണ്ടർ സീഡ് ഇതെല്ലാം ഇട്ടിട്ടാണ് സോട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ അതിലാണ് ചിക്കൻ ബോയിൽ ചെയ്യുന്നത്. ഒരു 45 മിനിറ്റോളം നമ്മൾ ചിക്കൻ കട്ട് ചെയ്തിട്ട് സ്കിന്നോട് കൂടെ ചിക്കൻ ബോയിൽ ചെയ്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സഫ്രോൺ കളറ് സ്പ്രേ ചെയ്യും ചിക്കൻ്റെ മുകളിൽ. എന്നിട്ട് ആ ചിക്കൻ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ റൈസിൻ്റെ മുകളിൽ സെർവ് ചെയ്യുന്നത്. ഓക്കെ, സൈഡിൽ നമ്മൾ ഇവർ ഒരു ഗാർണിഷിന് പോലെ ഒരു നമ്മുടെ സൈഡിൽ നമ്മൾ ഓണിയൻ ബ്രൗൺ ചെയ്ത ഓണിയനും പിന്നെ അതുപോലെ ചനാദാലും സൈഡിൽ അങ്ങനെ കൊടുക്കും. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്തത്. ചിക്കൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെ റൗണ്ട് ട്രൈയിലാണ് സെർവ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിലീഷ്യസ് ചിക്കൻ മജ്ബൂസ്. ഓക്കെ, അതുകൂടാതെ നല്ല സോഫ്റ്റ് മീറ്റ് മജ്ബൂസാണ് ഇതിങ്ങനെയാണ് സെർവ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.